ഹലോ ഗൈസ്, വെൽക്കം ടു അബി വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു മൂവി റിവ്യൂ ആണ്. മൂവി റിവ്യൂ എന്ന് വെച്ചാൽ ബാൾട്ടി. അതായത് ഞാൻ ഇന്നലെ പോയാണ് ഈ സിനിമ കണ്ടത്. ആക്ച്വലി അത് കുറച്ച് ലേറ്റായിപ്പോയി, എന്നാലും ഓക്കെ. സിനിമയെന്ന് വെച്ചാൽ ഒറ്റവാക്കി പറഞ്ഞാൽ ഓക്കെ, സൂപ്പർ പടം. എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് അല്ല കിഡിലായിരുന്നു. കാരണം വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ എന്താ പറയുക, ആക്ഷനും ആ മൂവിയുടെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ടാണ് സിനിമ പോയത്. പക്ഷേ സെക്കൻഡ് ഹാഫ് എവിടെയൊക്കെയോ കുറച്ചൊക്കെ എന്തൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ വിട്ടുപോയൊരു ഫീല്. കാരണം ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ഒരു പവർ സെക്കൻഡ് ഹാഫിൽ കിട്ടിയില്ല. ബട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ മൂവി നറേഷനായിട്ട് ചെയ്യുമല്ലോ, അതൊക്കെ നല്ല ബോറായിരുന്നു. കാരണം ആ ഒരു വോയിസിന് ആ ഒരു ഗാംഭീര്യമില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഫസ്റ്റ് മൂവി തുടങ്ങുമ്പോൾ ഒരു നറേഷനിലൂടെയാണ് തുടങ്ങണം, ബട്ട് ആ നറേഷനൊന്നും ഒരു സുഖമില്ലായിരുന്നു കേൾക്കാൻ. പിന്നെ ഉള്ളത് ഷൈനികം. പുള്ളിക്കാരൻ തിമിർത്താടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ പുള്ളിക്കാരൻ്റെ ആക്ടിങ് സൂപ്പർ. പിന്നെ അതിൻ്റെ അകത്തൊരു വില്ലൻ ക്യാരക്ടറിന് മറ്റേ സെൽവരാഘവൻ, അയ്യോ അങ്ങേര് ഫസ്റ്റൊക്കെ ചിരിച്ച് നിൽക്കും. ഒരു പോയിൻ്റ് എത്തുമ്പോൾ അങ്ങേരുടെ ഒരു വില്ലനിസം ഉണ്ട്. ഇറ്റ്സ് നൈസ്. അങ്ങേര് മാത്രമല്ല, മറ്റേ അൽഫോൺസ് പുത്രനൊക്കെ വേറെ. അങ്ങേരും സെൽവരാഘവൻ രണ്ടുപേരും വില്ലനിസം കിട്ടിലോട്ട് ചെയ്തിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. നൈസ് പടം. പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു അവിടെ ആയിട്ട് ഒരു ലാഗ് ആൻഡ് ഇവിടെ ചെറിയൊരു ബോറിങ് പരിപാടി അങ്ങനെ അങ്ങനൊരു തോന്നൽ. പിന്നെ പാട്ട് മറ്റേ നമ്മൾ ജാലക്കാരി പാട്ട് അത് കൊള്ളാം. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ബീജൻസ് അത് അത്രയും തന്നെ കൊള്ളാം. അല്ലാതെ ബാക്കി പാട്ടൊന്നും എനിക്ക് അത്ര കൊള്ളാമെന്നുള്ളതായിട്ട് തോന്നിയില്ല. അയ്യോ, പിന്നെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതായത് അത്രയേ ഉള്ളൂ മൂവി. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. അത്യാവശ്യം തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണത്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് സ്ഥലം മാറ്റി പിടിച്ചു. ആൻഡ് നമുക്ക് 83 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ആൻഡ് അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ബൈ. ഈ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. 100 സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടാറ്റാ. ഹൈ ഗൈസ്, ഞാൻ വീണ്ടും വന്നു. ഞാൻ ആക്ച്വലി ഈ സിനിമയുടെ റിവ്യൂ പറയുമ്പോൾ അതിൻ്റെ കൂടെ തിയേറ്ററിൻ്റെ കാര്യം കൂടെ പറയുന്നതാണ്. ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ കാര്യം വിട്ടുപോയി. ഞാൻ അടുത്ത വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴും അതിൻ്റെ കാര്യം ഓർത്തു. സോ ഞാൻ ഒന്നും കൂടെ ഫോക്കസ് ആവണില്ല. ഓക്കെ, അതായത് ഞാൻ ഇത് കാണാൻ പോയത് ഏരീസ് പ്ലസിലാണ്. ആക്ച്വലി ഞാൻ ഇതും കാന്താര രണ്ട് അടുത്തടുത്ത ദിവസമാണ്. അത് കാന്താര ഞായറാഴ്ച ഉണ്ട്, അടുത്ത ബാൾട്ടി ഇത് തിങ്കളാഴ്ച ഉണ്ട്. അങ്ങനെയാണ് ഞാൻ സിനിമ കണ്ടത്. ആക്ച്വലി ഇത് കണ്ടത് ഏരീസ് പ്ലസ്സിൽ ഓഡിയോ 1-ലാണ് ഞാൻ കണ്ടത്. അതായത് സ്ക്രീൻ 1-ലാണ് വീഡിയോ കണ്ടത്, സിനിമ കണ്ടത്. ഇതിൽ അവിടെ സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ ഓക്കെയാണ്. ബട്ട് സീറ്റിംഗ് കപ്പാസിറ്റി ഞാൻ ബാൽക്കണി സീറ്റാണ് എടുത്തത്. ഇരിക്കുന്ന ആ കുഷൻ ഓക്കെയാണ്. ബട്ട് അത് നമ്മൾ ഈ സിനിമ കാണാൻ നമ്മൾ മറ്റേ ഇങ്ങനെ ബാക്കിലോട്ട് ചരിഞ്ഞിരുന്ന് കാണത്തില്ല. എനിക്ക് ആക്ച്വലി അങ്ങനെ ഇരുന്ന് കണ്ടാലേ ആ സിനിമയ്ക്കൊരു ത്രില്ല് കിട്ടത്തുള്ളൂ. അങ്ങനെ വെച്ചാൽ നിങ്ങൾ ബാൽക്കണി സീറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചരിഞ്ഞിറന്ന് കാണാൻ പറ്റില്ല, ഇങ്ങനെ ഇരുന്ന് കാണണം. ചെറിയൊരു ചരിവുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം പക്ഷേ സൗണ്ട് ക്വാളിറ്റിയൊക്കെ കിട്ടില്ലായിരുന്നു. സൗണ്ട് ക്വാളിറ്റി ഭയങ്കര ഇല്ലെന്നല്ല, എന്നാലും ഓക്കെ ആയിട്ടുള്ളൂ. കുഞ്ഞ് തിയേറ്റർ, അതുകൊണ്ട് നമുക്ക് സൗണ്ട് ക്വാളിറ്റിയൊക്കെ വലിയ പ്രശ്നം വരത്തില്ല. ഓഡിയോ 1 അവർക്ക് കുഞ്ഞാണ്. ഓക്കെ, ആക്ച്വലി ട്രിവാൻഡ്രത്തെ കാര്യമാണേ. ഇനി അത് പറഞ്ഞില്ല എന്ന് പറയില്ല. ട്രിവാൻഡ്രത്തെ കാര്യമാണ്. ഞാൻ ട്രിവാൻഡ്രത്താണുള്ളത്. സോ ട്രിവാൻഡ്രത്തെ കാര്യം എനിക്കറിയാം. ഓക്കെ, ബൈ, ടാറ്റാ.